വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 12ാം വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 1 ലക്ഷം കൂടെ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. മരമില്ല് നരിപ്പക്കുന്ന് റോഡ് വളരെ യാത്രാ പ്രയാസമുള്ള ഒന്നായിരുന്നു. അതിൻ്റെ ടാറിങ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ ഒരു സമയത്ത് സന്തോഷമുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വാർഡിലെ വികസനത്തിന് നമ്മൾ മുന്നിൽ വെച്ച ഒരു ടാഗ് ലൈൻ ഉണ്ട്. അത് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം തന്നെ കൃഷിയെയും കൂടെ പരിഗണിക്കുക എന്ന ഒരു മുദ്രാവാക്യമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. മോഹൻ മാഷ്ക്ക് ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരു 2 വർഷം മുമ്പ് IASRൻ്റെ മഞ്ഞൾ സീഡ് ഗ്രാമം പദ്ധതി പ്രകാരമുള്ള 2 കിലോ മഞ്ഞൾ വിത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ ടാറിങ് പ്രവൃത്തി നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? മാഷ് തന്നെ പറയും, ആ 2 കിലോ മഞ്ഞൾ വിത്ത് കൊടുത്തപ്പോൾ എന്താണ് ഇപ്പം മാഷ് സെൽഫ് സഫിഷ്യൻ്റ് ആയോ, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്? തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ വാർഡിൻ്റെ അടിസ്ഥാന വികസനത്തിൽ നമ്മുടെ മെമ്പർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരമായിരുന്നു ഈ 2 റോഡുകൾ. കാരണം ചെങ്കുത്തായ ഈ റോഡ് ടാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളക്കെട്ട് വളരെയധികം വെള്ളം കുത്തൊഴുക്കാണ്. അതിൻ്റെ മേലെയുള്ള ആളുകൾക്ക് വീടുകളിൽ എത്തിപ്പെടാൻ വളരെ പ്രയാസകരമായിരുന്നു. ആ കാര്യം ഇവിടെ 2 റോഡും ടാർ ചെയ്യുന്ന റോഡ് പൂർത്തീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ മഞ്ഞൾ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ നല്ല ഇനം, മുന്തിയ ഇനം, ഒരു പ്രത്യേക ഇനം തന്നെയാണ് മഞ്ഞൾ വിത്ത് വിതരണം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രദേശവാസികൾ കൃഷി ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഒരു പങ്കാളിയായിരുന്നു. എനിക്ക് കിട്ടിയ മഞ്ഞൾ ഉപയോഗിച്ച് ആദ്യത്തെ വർഷം തന്നെ നല്ല വിളവ് കിട്ടുകയും തുടർന്ന് വീണ്ടും 1 വർഷം ഞാൻ കൃഷി ചെയ്ത് ഇപ്പോൾ എനിക്ക് 3 ചാക്ക് മഞ്ഞൾ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയ ആ മഞ്ഞൾ തന്നെ ഈ 1 വർഷം കൂടി ഉപയോഗിക്കാനുള്ള മഞ്ഞൾ ഞാൻ വെച്ചിട്ടുണ്ട്. പൊടി വീട്ടിലുണ്ട്, പൊടിച്ച് വെച്ചതുണ്ട്. ഈ വർഷത്ത് പൊടിച്ചില്ല, അതും ഉണക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു 2 തടം നടാൻ വേണ്ടി ഞാൻ തടമൊരുക്കി ഇന്നലെ തന്നെ തടമൊരുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതും നടന്നതായിരിക്കും. മഞ്ഞൾ കൃഷിയിൽ നല്ലൊരു സ്വയം പര്യാപ്തത നമ്മുടെ വാർഡിൽ ഉണ്ടാക്കാൻ വേണ്ടി മെമ്പറുടെ നേതൃത്വത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷകരമായൊരു ഒരു കൺഗ്രാജുലേഷൻസ് ഉള്ളത്. അന്ന് 2 കിലോ വിത്ത് വാങ്ങിയിട്ട് ആദ്യത്തെ വർഷം തന്നെ നല്ല രീതിയിൽ വിളവെടുത്തു. ആ പൊടി തന്നെ 1 വർഷം ഉപയോഗിച്ചിട്ട് ഇപ്പോഴും വീട്ടിലുണ്ട് ഉപയോഗിക്കാൻ. 2ാമത്തെ വർഷം വിളവെടുത്ത് അത് ഉണക്കി വെച്ചിട്ട് വീട്ടിൽ അത് പൊടിയാക്കാനുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാഷിന് അത് വിപണനം നടത്താൻ പോലും ഇനി ഒരുപക്ഷെ ഉപയോഗിച്ചിട്ട് അത്രത്തോളം പ്രൊഡക്ഷൻ നടന്നു വരുവാണ്. ഈ വർഷവും മാഷ് നടാൻ പോവുകയാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ആ വിത്ത് കൈകാര്യം ചെയ്ത് അത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഉൽപ്പാദനം ഉണ്ടാക്കിയതിന് നമ്മൾ പ്രിയപ്പെട്ട മാഷിന് എല്ലാവിധ ആദരവും ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷമുണ്ട് അത് വിജയിപ്പിച്ചു തന്നത്. മെമ്പർക്ക് വളരെയധികം നന്ദി.